സീതാദേവി സഹസ്രമുഖ രാവണനെ വധിച്ച കഥ അറിയാമോ? ലങ്കയിലെ രാവണനെ വധിച്ച ശേഷം ശ്രീരാമൻ അയോധ്യയിൽ തിരിച്ചെത്തി പട്ടാഭിഷേകം നടത്തി. ആ സമയത്ത് അവിടെ എത്തിയ മുനിമാർ രാവണനെ കൊന്ന രാമന്റെ പരാക്രമത്തെ പുകഴ്ത്തി സംസാരിച്ചു. അപ്പോൾ സീതാദേവി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, 10 തലയുള്ള രാവണനെ കൊന്നത് വലിയ കാര്യമാണ്, എന്നാൽ പുഷ്കര ദ്വീപിൽ വസിക്കുന്ന 1000 തലയുള്ള രാവണനെ തോൽപ്പിക്കുക എന്നത് അത്ര എളുപ്പമല്ല. സീതയുടെ വാക്കുകൾ കേട്ട രാമൻ തന്റെ സൈന്യവുമായി പുഷ്കര ദ്വീപിലേക്ക് പുറപ്പെട്ടു. അവിടെ വെച്ച് രാമനും സഹസ്രമുഖ രാവണനും തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടന്നു. എന്നാൽ 1000 തലയുള്ള ഈ രാവണൻ അതീവ ശക്തനായിരുന്നു. തന്റെ മായാശക്തി കൊണ്ട് അവൻ രാമന്റെ സൈന്യത്തെ മുഴുവൻ ബോധം കെടുത്തി വീഴ്ത്തി. ശ്രീരാമൻ പോലും യുദ്ധക്കളത്തിൽ അബോധാവസ്ഥയിലായി. തന്റെ ഭർത്താവിനും സൈന്യത്തിനും നേരിട്ട ഈ അവസ്ഥ കണ്ട് സീതാദേവി അതീവ ക്രുദ്ധയായി. ശാന്തസ്വരൂപിയായ സീത പെട്ടെന്ന് ഭയാനകമായ മഹാകാളിയുടെ രൂപം ധരിച്ചു. 1000 കൈകളും ഭീകരമായ രൂപവുമായി സീത സഹസ്രമുഖ രാവണനെ നേരിട്ടു. നിമിഷനേരം കൊണ്ട് സീത ആ രാവണന്റെ 1000 തലകളും അറുത്തുമാറ്റി അവനെ വധിച്ചു. യുദ്ധം കഴിഞ്ഞ് രാമൻ ഉണർന്നപ്പോൾ തന്റെ മുന്നിൽ നിൽക്കുന്ന ഭയാനകമായ കാളിരൂപം കണ്ട് ഭയപ്പെട്ടുപോയി. ഭഗവാൻ ശിവൻ പ്രത്യക്ഷപ്പെട്ടാണ് സീതയുടെ ഈ രൂപം സാക്ഷാൽ പരാശക്തിയാണെന്ന് രാമന് മനസ്സിലാക്കി കൊടുത്തത്. സീതയുടെ സ്തുതികൾ കേട്ട് ദേവി വീണ്ടും തന്റെ ശാന്തമായ രൂപത്തിലേക്ക് മടങ്ങി. ഇങ്ങനെയുള്ള അപൂർവ പുരാണ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യൂ.